വെൽക്കം ടു മെന്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ ജൂലൈയിലെ എക്സാം കാലണ്ടർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജൂലൈ 1-ാം തീയതി നടക്കാൻ പോകുന്ന പല തസ്തികകളിലേക്കുള്ള LGS എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തസ്തികകൾ, പല തസ്തികകളുണ്ട്, അപ്പോൾ അതേതൊക്കെയാണ്, അതേപോലെ സിലബസ് എന്താണ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, കാലണ്ടർ, ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലത്തെ പല വീഡിയോസും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എന്താണ് പറഞ്ഞത്? LGSന്റെ പൊതുപരീക്ഷയാണ് ജൂലൈ 1-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ജൂലൈ 1-നാണ് നടക്കാൻ പോകുന്നത്. 21 കാറ്റഗറികളിലേക്കാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഒറ്റഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ 21 കാറ്റഗറികളിലേക്കുള്ള LGS പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 1-നാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. അതേപോലെ ഈ 21 കാറ്റഗറികളിലേക്ക് നടക്കുന്ന പല കാറ്റഗറികളിലേക്കാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഈ ഒറ്റഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരള സെറാമിക്സ് ലിമിറ്റഡിൻ്റെ ഗാർഡ്, അതേപോലെ NCC സൈനിക ക്ഷേമ വകുപ്പുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, അതേപോലെ വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തുടങ്ങിയ പല തസ്തികകളിലേക്കാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. അതേപോലെ നമ്മൾ PSC സെക്രട്ടേറിയറ്റ്, ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പരീക്ഷ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഈ ജൂലൈ 1-ന് നടക്കാൻ പോകുന്ന പരീക്ഷയിൽ കാണുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ നമ്മൾക്ക് എത്ര ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 21 കാറ്റഗറികളിലേക്ക് കുറേ ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ. ടോട്ടൽ ഒരു 48,077 പേരാണ് ടോട്ടലായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഓരോ തസ്തികകളിലും പല ഡിഫറൻസസ് ഉണ്ട്. ആൾക്കാർ അപേക്ഷിച്ചതിൽ പല ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ ഈ ജൂലൈ 1-ാം തീയതി നടക്കാൻ പോകുന്ന ഈ പൊതുപരീക്ഷയിൽ 48,077 പേരാണ് ടോട്ടലായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ഇത് ഒറ്റഘട്ടമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കണം, മറക്കരുത്. അതേപോലെ നമ്മൾ കാലണ്ടർ കാണുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കാലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 1-ാം തീയതി ആണ് നമ്മുടെ എക്സാം ഉള്ളത്. അതൊരു ബുധനാഴ്ചയാണ്, വെനസ്ഡേ ആണ് നടക്കാൻ പോകുന്നത്, 1/7/2026. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് എപ്പോൾ കിട്ടും? അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് 17/6/2026, അതായത് ജൂൺ 17-നാണ് നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടാൻ പോകുന്നത്. കൺഫർമേഷൻ്റെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ്റെ വിൻഡോ ഓൾറെഡി തുറന്നിട്ടുണ്ട്. 22 ഏപ്രിലിന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കൺഫർമേഷൻ. ഇനി നമുക്ക് 11 മെയ് വരെയാണ് കൺഫർമേഷനുള്ള ടൈം ഉള്ളത്. അപ്പോൾ ഓൾറെഡി വിൻഡോ തുറന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യാൻ ഉറപ്പാക്കുക. നമുക്ക് 17-ാം തീയതിയാണ് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുന്നത്. 1-ാം തീയതി ഒരു ബുധനാഴ്ച ജൂലൈയിലാണ് നമുക്ക് എക്സാം വരുന്നത്. കൺഫർമേഷൻ വിൻഡോ ഓൾറെഡി തുറന്നിട്ടുണ്ട്. 22 ഏപ്രിലിന് തുറന്നിട്ട് 11 മെയ് വരെ ആയിരിക്കും നമുക്ക് കൺഫേം ചെയ്യാനുള്ള വിൻഡോ വരെ. അപ്പോൾ ഡേറ്റ്സ് എന്തായാലും ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾക്ക് ആ ഒരു കാര്യം കാരണം നമ്മളൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകരുത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ LGS പൊതുപരീക്ഷയിൽ ഏതൊക്കെയാണ് തസ്തികകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്യൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ തസ്തിക മാറ്റം വഴി KSFE-ലെ വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ അപേക്ഷകർ എത്രയാണ്? 9 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗാർഡ്, കേരള സെറാമിക്സ് ലിമിറ്റഡിൽ അത്യാവശ്യം കുറേ ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. 4,342 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, വിമുക്ത ഭടന്മാർ, NCA, NCC സൈനിക ക്ഷേമം. ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് വേക്കൻസീസ് നമുക്ക് നോക്കാം. ST ആലപ്പുഴ 1, SIUC നാടാർ എറണാകുളം 9, SIUC നാടാർ പാലക്കാട് 7, ഹിന്ദു നാടാർ തൃശ്ശൂർ 7, ഹിന്ദു നാടാർ കോഴിക്കോട് 8, SCCC തൃശ്ശൂർ 2, SCCC കോഴിക്കോട് 1, SCC വയനാട് 49, മുസ്ലിം വയനാട് 53. ആകെ ടോട്ടലായിട്ട് ഈ പോസ്റ്റിലേക്ക് എത്രയാണ്? 137 ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഏതാണ് പോസ്റ്റ്? ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, വിമുക്ത ഭടന്മാർ, NCA, അതേപോലെ NCC സൈനിക ക്ഷേമം. ഇതിന് വേണ്ടിയിട്ടാണ് 137 ആൾക്കാരാണ് പല കാറ്റഗറികളിലായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ, NCA, അതേപോലെ SIUC നാടാർ വനം എറണാകുളത്ത് നിന്ന് 1187 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. സോ ഇത് എറണാകുളത്തിൻ്റെ ആണ്. 1187 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നെ സെക്യൂരിറ്റി ഗാർഡ്, വാച്ചർ ഗാർഡ് 2, NCA, SCC, കമ്പനി, കോർപ്പറേഷൻ ബോർഡ് 7 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. പിന്നെ
ആയ NCA ഈഴവ വിവിധം കാസർഗോഡാണ് നമുക്ക് വേക്കൻസി വരുന്നത്. 51 ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. സെക്യൂരിറ്റി ഗാർഡ്, വിമുക്ത ഭടന്മാർ, സെക്രട്ടേറിയറ്റ്, PSC നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2563 ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. സെക്യൂരിറ്റി ഗാർഡ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1356 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ ഗാർഡ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 741 ആൾക്കാർ. അതേപോലെ സെക്യൂരിറ്റി ഗാർഡ് വാച്ചർ ഗ്രേഡ് 2 കമ്പനി കോർപ്പറേഷൻ ബോർഡ് 813 ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണണം ഈ പോസ്റ്റ് 813 ആൾക്കാരുള്ളത്, 741 ആൾക്കാർ, അതേപോലെ ഇവിടെ ഒരു 1356, 2563, അതേപോലെ 4342 കുറേ അപേക്ഷകരുള്ള പോസ്റ്റൊക്കെ. ഇതൊക്കെ ജനറൽ പോസ്റ്റുകളാണ്. പല ആൾക്കാരും എല്ലാ ആൾക്കാർക്കും ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ കുറേയും കൂടെ അപേക്ഷകരെ നമുക്ക് ഈ പോസ്റ്റുകളിലേക്കൊക്കെ കാണാൻ പറ്റും. ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ്, നമ്മളുടെ സെക്രട്ടേറിയറ്റ്, PSC, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, അതേപോലെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതേപോലെ കമ്പനി കോർപ്പറേഷൻ ബോർഡിൻ്റെയൊക്കെ പല പല തസ്തികകളിലായിട്ട് നമുക്ക് ടോട്ടൽ ഇത് 5 ആയിട്ടുള്ള ജനറൽ പോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് കാരണം അതിനു വേണ്ടിയുള്ള അപേക്ഷകരും ഓട്ടോമാറ്റിക്കലി കൂടുതൽ തന്നെയായിരിക്കും. പിന്നെയുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, വിമുക്ത ഭടന്മാർ, NCC, സൈനിക ക്ഷേമം, തിരുവനന്തപുരം 1067 ആൾക്കാർ, ആലപ്പുഴ 571 ആൾക്കാർ. ടോട്ടൽ എത്രയാണ് ആകെയുള്ളത്? 1638 ആൾക്കാരാണ് ഈ പോസ്റ്റിന് അപേക്ഷിച്ചിരിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, SC ST വിവിധം, തിരുവനന്തപുരത്ത് നിന്ന് 5412, കൊല്ലം 4009, ആലപ്പുഴ 3458, എറണാകുളം 4113, തൃശ്ശൂർ 4005, പാലക്കാട് 5233, കോഴിക്കോട് 5953, വയനാട് 2951. ടോട്ടൽ ഈ പോസ്റ്റിന് എത്രയാണ്? 35,134 ആൾക്കാരാണ് അപേക്ഷിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, വിമുക്ത ഭടന്മാർ, NCA, NCC, സൈനിക ക്ഷേമം, ഹിന്ദു നാടാറിന് ആലപ്പുഴ 17 പേര്, LCAI കണ്ണൂർ 40, SCC ആലപ്പുഴ 39, SCCC ആലപ്പുഴ 3, ആകെ 99 പേരാണുള്ളത്. അപ്പം നമ്മൾ പല തസ്തികകൾ കണ്ടു. നമ്മൾ ജനറലായിട്ട് ഏതൊക്കെയാണുള്ള തസ്തികകളെന്ന് കണ്ടു, അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെയാണ്, അതിനുള്ളിലുള്ള ഏതൊക്കെയാണ് കാറ്റഗറി വൈസ് ഡിസിഷനും കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഡിവിഷനും, അതേപോലെ എന്താണ് ടോട്ടലായിട്ട് ആ ഓരോ കാറ്റഗറീസിലുള്ള ആൾക്കാരും എന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് 48,077 പേരാണ് 21 കാറ്റഗറി ആയിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ 21 കാറ്റഗറി നമുക്ക് ടോട്ടൽ അപേക്ഷകരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ തസ്തികകളാണെന്നും കൂടെ നമ്മൾ നോക്കി. അപ്പം നമ്മൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ സിലബസ് ഇപ്പം നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജൂലൈ 1 ഈ പരീക്ഷ വരുന്നത്, അല്ലെ LGSൻ്റെ പരീക്ഷ. അതേപോലെ 18 നമ്മുടെ കമ്പനി ബോർഡ് പരീക്ഷയും കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷയും ജൂലൈ 18 നടക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബറിൽ LGSൻ്റെയും LDCയുടെയും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 2027 നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങൾക്കൊന്നും സിലബസിന് വലിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്തൊരു സ്ട്രാറ്റജി വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനൊക്കെ കൂടെ ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടൊരു കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഒരേ സിലബസിൻ്റെ പല കാര്യങ്ങളും സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കുറേ കൂടെ ഈസി ആയിട്ട് എല്ലാ എക്സാമിനെയും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പല എക്സാംസ് എഴുതുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജനറലി സിലബസ് നമ്മൾ ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവിജ്ഞാനം 40 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ് വരിക. സയൻസ് 10 മാർക്കിന്, പൊതുജനാരോഗ്യം 10 മാർക്കിന്, ലഘുഗണിതം, മാനസിക ശേഷിയും അതേപോലെ നിരീക്ഷണ പാഠവ പരിശോധനയും, അത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കിനാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി വെച്ചിട്ട് നമ്മൾ സിലബസ് കണ്ടിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾക്ക് പറഞ്ഞ പോലെ തന്നെ 18 കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. നവംബറിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ എക്സാംസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാത്തിനെയും കൂടെ എങ്ങനെയാണ് ഒന്നിച്ച് പഠിക്കാൻ പറ്റുക, ഓരോ എക്സാമിനുള്ള സെപ്പറേറ്റ് ആയിട്ടല്ല, എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഓരോ എക്സാമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതെന്തായാലും പഠിക്കുക, അല്ലാണ്ട് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ പോലെ പഠിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക.
അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ മിൻറ്റിൻ്റെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്, ഒരു ക്രാഷ് ബാച്ചാണ് തുടങ്ങുന്നത്. കമ്പനി ബോർഡ് LGSന് വേണ്ടി, ബെഫ്കോ LDCക്ക് വേണ്ടിയും VFAക്കും വേണ്ടിയും കൂടെയുള്ള ഒരു ക്രാഷ് ബാച്ചായിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾക്ക് ഏപ്രിൽ 30 ആയിരിക്കും ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് 799 കൊടുക്കുന്നത്. അപ്പോൾ 799 മാത്രമായിട്ടൊരു ഓഫർ പ്രൈസ് ആയിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഏപ്രിൽ 30 തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിലേക്ക് ഇത് പഠിക്കാൻ കുറേ കൂടെ സമയം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ എക്സാം ഒരു ഗൈഡഡ് അപ്രോച്ചിലൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, റാങ്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും, ടെസ്റ്റ് സീരീസ്, ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് സീരീസും ഉണ്ടാവും, മന്ത്ലി ആയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ ഈ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ഉണ്ടാവും, മെൻറ്റർഷിപ്പും കൊടുക്കുന്നുണ്ടാവും. അതേപോലെ SCRTയും PYQ സെഷൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ഈ ക്രാഷ് ബാച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഗൈഡഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 7907365854 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക 799. അല്ലെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പരീക്ഷ ഡേറ്റ് ഒക്കെ വന്നു, നമുക്കപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ പ്രയോറിറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് നന്നായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു ഗൈഡഡ് വേയിൽ തന്നെ പഠിച്ചിട്ട് മാക്സിമം ഫസ്റ്റ് റാങ്ക് തന്നെ എയിം ചെയ്തിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു സോ മച്ച്.